ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രസിദ്ധമായ ഈ കൊട്ടാരക്കര കൺവെൻഷൻ്റെ വേദിയിൽ ഒരിക്കൽ കൂടി ദൈവവചനം പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ അതിനായി നിയോഗിച്ച, എന്നെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അഭിവന്യ തോമസ് മാർ തിത്തോസ് എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറാളും എൻ്റെ സുഹൃത്തുമായ KY ജേക്കബ് അച്ഛനോടും ഭദ്രാസന സെക്രട്ടറി ഷിബു അച്ഛനോടും ഈ കൺവെൻഷൻ്റെ എല്ലാ പ്രവർത്തകരോടും എനിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എനിക്ക് വളരെയധികം ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. ഈ പ്രദേശത്തെ ആളുകളുടെ സ്നേഹവും കരുതലും ധാരാളം അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെയുള്ള നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മ അനുഭവിപ്പാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി എന്നെ തുറിച്ചു നോക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. എസ്തേർ 10:3. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എസ്തേർ രാജ്ഞിയാണ്. എങ്കിലും അവളെ ആ സ്ഥാനത്തെത്തിക്കുന്നതിനും അവളിലൂടെ ഇസ്രയേലിൻ്റെ രക്ഷ സാധ്യമാക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ മൊർദെഖായി ശ്രദ്ധേയനാണ്. യഥാർത്ഥത്തിൽ 9 അധ്യായം കൊണ്ട് ഈ പുസ്തകത്തിലെ കഥ അവസാനിക്കുകയാണ്. എന്നാൽ ഈ പുസ്തകം വായിച്ച് നിർത്തുന്ന ആളിൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കേണ്ടുന്നത് എസ്തേർ അല്ല, മൊർദെഖായി ആണ് എന്ന് എഴുത്തുകാരൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് 3 വാക്യങ്ങളോടുകൂടി 10-ാമതൊരു അധ്യായം കൂടി അദ്ദേഹം എഴുതി ചേർത്തത്. സാധാരണഗതിയിൽ പ്രൗഢിയും അധികാരവുമുള്ളവരാണ് തിളങ്ങുന്നത്. പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊർദെഖായിയെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയോടുകൂടി ഈ പുസ്തകം സമാപിപ്പിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത്. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ എന്നാണ്. അവൻ യഹൂദനായിരുന്നു. മാത്രമല്ല, പ്രവാസിയായി പാർക്കുന്ന നാട്ടിൽ 2-ാം സ്ഥാനീയനായി തീർന്നു എന്ന് നാം വായിക്കുന്നു. ജോസഫും ദാനിയേലുമൊക്കെ പ്രവാസ കാലഘട്ടത്തിൽ ശ്രേഷ്ഠ പദവികൾ അലങ്കരിച്ചവരാണ്. എന്നാൽ 2-ാമനായി എന്നത് മാത്രമല്ല ശ്രേഷ്ഠത, അത് ശ്രേഷ്ഠതയാകണമെന്നും ഇല്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, യഹൂദന്മാരിൽ വെച്ച് മഹാനായിരുന്നു എന്ന്. വേദപുസ്തകത്തിൽ മഹാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ചുരുക്കം ചില ആളുകളെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്. അവിടെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന്. മൊർദെഖായിയെ കുറിച്ച് ഇതിനു മുമ്പും മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. ചില ആളുകൾ അങ്ങനെയുണ്ട്. അവർ അരമനയിൽ മഹാന്മാരായിരിക്കും, കേന്ദ്രത്തിൽ മനാഹന്മാരായിരിക്കും, ഭദ്രാസനത്തിലും മഹാനായിരിക്കും. പക്ഷേ ലോക്കൽ പാരിഷിൽ മഹാനായിരിക്കില്ല. എന്നാൽ ഇദ്ദേഹം
രാജധാനിയിൽ മാത്രമല്ല ജനങ്ങളുടെ ഇടയിലും മഹാനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അടുത്ത അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണം സഹോദര സംഘത്തിന് ഇഷ്ടൻ. എത്ര സുന്ദരമായ സർട്ടിഫിക്കറ്റ്! നാം അങ്ങനെയാണോ? നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കണം, അപ്പോൾ അറിയാം. അടുത്തത് പറയുന്നത് സ്വജനത്തിന് ഗുണകാംക്ഷി, സ്വന്തം ജനത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവൻ. വീണ്ടും പറയുന്നു സർവവംശത്തിനും അനുകൂലവാദി. ഈ സ്വഭാവവിശേഷമുള്ളവർ മഹാന്മാരായില്ലെങ്കിൽ പിന്നെ ആരാണ് മഹാൻ? മൊർദെഖായിയെ കുറിച്ച് ഒത്തിരി വിശേഷണങ്ങളൊന്നുമില്ല, പക്ഷെ അത് അദ്ദേഹത്തെ അനശ്വരനാക്കി തീർക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊർദെഖായിയും എസ്തേറും ശൂശാൻ രാജധാനിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നെബൂഖദ്നേസർ യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആളുകളെ പ്രവാസികളായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ പോയ വ്യക്തിയാണ് ഈ മൊർദെഖായിയും എസ്തേറും. എന്നാൽ കാലക്രമേണ അവൻ ശൂശാൻ രാജധാനിയിലെ പ്രധാനിയായി തീർന്നു, രണ്ടാം സ്ഥാനീയനായി തീർന്നു. മൊർദെഖായിയുടെ നിശ്ചയദാർഢ്യത്തോടും ധൈര്യത്തോടും ബുദ്ധിപൂർവമുള്ള പ്രവർത്തനത്തിലൂടെ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിനെ രാജ്ഞി പദത്തിലെത്തിക്കുവാൻ അവന് കഴിഞ്ഞു. എന്നാൽ അതുമാത്രമല്ല അവനെ അനശ്വരനാക്കുന്നത്. പ്രവാസികളായി, അടിമകളായി ഭയപ്പെട്ടു ജീവിക്കുന്നതായ യഹൂദന്മാർക്ക് അവനുണ്ടാക്കി കൊടുത്ത നേട്ടം എക്കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. പേർഷ്യൻ രാജാക്കന്മാരെയും അതുപോലെ തന്നെ ദുഷ്ടനായ ഹാമാനെയും ഭയന്ന് കഴിഞ്ഞിരുന്ന യഹൂദന്മാരുടെ അവസ്ഥ എന്താണ് ഇന്ന്? അത് വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ലോകത്തിലെ ജാതികളുടെ മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. യഹൂദന്മാർക്ക് പ്രവാസികളായി പാർക്കുന്ന അന്യനാട്ടിൽ പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടാകുവാൻ കാരണക്കാരനായ വ്യക്തി ആര്? ഈ ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ, മൊർദെഖായി. ധാരാളം ആളുകൾ യഹൂദന്മാരായി തീരുവാൻ കാരണക്കാരൻ ആര്? മൊർദെഖായി. മൊർദെഖായിയെ ഈ മഹത്വത്തിലേക്ക് നയിച്ച വഴികൾ വളരെ വേഗത്തിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട്, കുടുംബത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ച വ്യക്തിയായിരുന്നു മൊർദെഖായി. പ്രവാസിയായി അന്യദേശത്ത് പാർക്കുമ്പോൾ ചിറ്റപ്പൻ്റെ മകളായ അനാഥയായ എസ്തേറിന് അവൻ തുണയായി നിന്നു. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായ കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി എടുത്തു. മൊർദെഖായിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പരുപരുത്ത മനുഷ്യനെന്ന് തോന്നാം. എന്നാൽ കരുണയുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. രൂപവതിയും സുമുഖിയുമായ ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടെ സംരക്ഷണം ഏറ്റെടുക്കുക അപകടകരമാണ്. കാരണം സ്ത്രീത്വത്തെ അംഗീകരിക്കാത്ത, സ്ത്രീ സുരക്ഷിതത്വം അല്പം പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു ശൂശാൻ രാജധാനി. സ്ത്രീ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കുവാൻ വിസമ്മതിച്ചു എന്ന ഒറ്റ കാരണത്താൽ വസ്തി രാജ്ഞിയെ പുറത്താക്കിയ സ്ഥലമാണ് ശൂശാൻ രാജധാനി. അതുപോലെ തന്നെ അടുത്ത രാജ്ഞിയെ തെരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയയിലും സ്ത്രീ വിരുദ്ധത നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മൊർദെഖായി ഒരു നല്ല യഹൂദനായിരുന്നു, ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. സംഖ്യാപുസ്തകം 25:35 പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം. മൊർദെഖായി എസ്തേറിനെ താങ്ങി. അബ്രഹാം
തൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ലോത്തിനെ താങ്ങി. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു അത്യാഹിതം സംഭവിച്ചാൽ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് നാം കരുതുമോ? നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ചെറുപ്രായത്തിൽ വിധവയായാൽ അവളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് നാം കരുതുമോ? അതോ അവളെ പുകച്ചു പുറത്തു ചാടിച്ച് അവളുടെ സ്വത്തൂടെ കൈവശമാക്കാമെന്ന് നാം ശ്രമിക്കുമോ? രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നവോമി എല്ലാം നഷ്ടപ്പെട്ടവളായി മടങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അവൾക്ക് ആരുമില്ലാത്തതായ ഒരവസ്ഥ. ആ സമയത്ത് കാലാപെറുക്കുവാൻ പോയതായ രൂത്ത് ബോവസ് എന്ന് പറയുന്ന മനുഷ്യനുമായി പരിചയപ്പെടുകയാണ്. ബോവസിനെ കുറിച്ച് വന്ന് നവോമിയോട് പറയുമ്പോൾ ബോവസിനെ കുറിച്ച് നവോമി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. നിന്റെ സഹോദരന് തകർച്ചയുണ്ടാകുമ്പോൾ നിനക്ക് അസ്വസ്ഥത ഉണ്ടാവണം, നിന്റെ സമാധാനം നഷ്ടപ്പെടണം. അപ്പോഴാണ് ഞാനും നിങ്ങളും നല്ല ക്രിസ്ത്യാനികളായി തീരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെയായിരുന്നു. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ ഹൃദയം നൊന്ത് കരങ്ങി. അതുപോലെ തന്നെ ബധിരനും മൂകനുമായ ഒരാളെ സൗഖ്യമാക്കുന്ന രംഗം വിവരിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു എന്നാണ്. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഇതുപോലെ അസ്വസ്ഥത അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു പിതാവിനെ അറിയാം. ഞാൻ പാർത്തിരുന്ന പാഴ്സനിതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കാപ്പിക്കട നടത്തി ജീവിക്കുന്നതായ ഒരു പിതാവ്. വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. രാവിലെ 10 പേർക്ക് ദോശയും വൈകിട്ട് കുറച്ച് പേർക്ക് പരിപ്പ് വടയും ഉണ്ടാക്കി കൊടുക്കുന്ന കട. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി മരിച്ചുപോയി. അവർ മരിക്കുമ്പോൾ അവർക്ക് 4 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർ മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് അവരുടെ ഏകയാശ്രയമായ പിതാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഈ കാപ്പിക്കട നടത്തുന്ന അച്ചായൻ പോയിട്ട് രാത്രി 10 അടക്കമെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിക്കാണ് മടങ്ങി വന്നത്. മടങ്ങി വന്നിട്ട് എൻ്റെ പാഴ്സനത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ആ പിള്ളേരെ കൂടി കൊണ്ടുവന്നു. പിള്ളേരെന്ന് പറഞ്ഞാൽ എത്ര പേരെന്നറിയാമോ? 14 വയസ്സിന് പ്രായമുള്ള 4 പെൺകുട്ടികൾ. അദ്ദേഹത്തിന് ഒരു മകളുമുണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛായൻ എന്തായി കാണിച്ചത്? എങ്ങനെ നടക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം നടക്കും അച്ഛാ. വീണ്ടും ഞാൻ പറഞ്ഞു, അച്ഛായ, ഇത് ബുദ്ധിമുട്ടാ, നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാക്കാം. അപ്പോൾ അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങളുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അനാഥരാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തല കുനിച്ചു. അദ്ദേഹം ഒരു മഹാനാണ്. അതുപോലെ മഹാന്മാരായി ജീവിക്കുവാനായിട്ട് നമുക്കും സാധിക്കേണ്ടതുണ്ട്. എസ്തേറിനെ ദത്തെടുക്കുക മാത്രമല്ല, അവളെ ഉന്നത സ്ഥാനത്തെത്തിക്കുവാൻ തക്കവണ്ണം അവൻ പരിശ്രമിച്ചു. തൻ്റെ മകളിലെ സാധ്യതകളെ കണ്ടു. എന്നിട്ട് അവൾക്കാവശ്യമായ ഉപദേശം കൊടുത്തു. അതവൾ അക്ഷരം പ്രതി അനുസരിച്ചു. അതിനെക്കുറിച്ച് എസ്തേർ 2:20 പറയുന്നത്, മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. മൊർദെഖായിയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആത്മാർത്ഥതയെ അനുഭവിച്ചിരുന്ന ആ പെൺകുട്ടി രാജകൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞു. അവനെ അനുസരിച്ചു എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്കെന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. തൻ്റെ മകൾക്ക് എന്താകുമെന്നറിയുവാൻ അന്വേഷിച്ചു നടന്നവൻ, സൂക്ഷ്മ പരിശോധന നടത്തിയവൻ,
നിതാന്ത ജാഗ്രത പുലർത്തിയവൻ. നമുക്കിത് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ അയച്ചിട്ട് വെറുതെ ഇരുന്നാൽ പോരാ. അവർക്കെന്താകും, അവരെവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആരോട് ചാറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നാം അറിയണം, ശ്രദ്ധിക്കണം. ഹോസ്റ്റലിൽ മാത്രമല്ല, വീട്ടിൽ താമസിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളിൽ നിന്നും അകലെയാണ്. അവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. നിതാന്ത ജാഗ്രത ആവശ്യമാണ്, അല്ലെങ്കിൽ വഴിവിട്ടു പോകും. മറക്കരുത്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ കാണാതെ പോയ ആടിൻ്റെ കഥ വിവരിക്കുകയാണ്. അദ്ദേഹം വലിയ നാടകീയമായിട്ട് ഈ കഥ അവതരിപ്പിച്ചു. അതായത് 100 ആടുണ്ടായിരുന്നു, വൈകിട്ട് കൂട്ടിൽ കയറ്റും, അതിനെ കാവല് കിടക്കും, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ നാടകീയമായി പറഞ്ഞു, അതിൽ ഒരു ആട്ടിൻകുട്ടി വികൃതിയായിരുന്നു. ആ കൂടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ വിടവുണ്ടായിരുന്നു. അവൻ ദിവസവും അത് ചവിട്ടി ആ വിടവ് വലുതാക്കും. ഒരു ദിവസം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, പുറത്തുപോയി. അവൻ അന്യപ്പെട്ടു പോയി. ഇടയൻ അതിനെ പിടിച്ചുകൊണ്ടുവന്നു. ഈ കഥയൊക്കെ പറഞ്ഞു നിർത്തിക്കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലെ ഒരു മിടുക്കനായ കുട്ടി അധ്യാപകനോട് ചോദ്യം ചോദിച്ചു, സാറേ, എന്നിട്ട് ഇടയൻ ആ വിടവ് അടച്ചോന്ന്? വിടവടയ്ക്കണം കേട്ടോ. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക് വിടവുണ്ടെങ്കിൽ അത് അടയ്ക്കണം, ശ്രദ്ധ വേണം. എൻ്റെ മകൾക്ക് എന്താകുമെന്ന് അവൻ അന്വേഷിച്ചു എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എന്താണെന്ന് മൊർദെഖായി എസ്തേറിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ എസ്തേർ ചെയ്തെന്താ? 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ളത് നമ്മുടെ തലമുറയെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പക്വമായി എസ്തേറിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച മൊർദെഖായി മഹാനാണ്, സംശയമില്ല. രണ്ടാമതായി, രാഷ്ട്രത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ച വ്യക്തി. അതായത് വാതിൽ കാവൽക്കാർ ഒരു ഗൂഢാലോചന നടത്തി രാജാവിനെ കൊല്ലുവാൻ. മൊർദെഖായി ഇതറിഞ്ഞു. രാജാവിനോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ടായി, രാജ്യത്തോടുള്ള സ്നേഹം അവനുണ്ടായി. എസ്തേറിലൂടെ അത് രാജാവിനെ അറിയിക്കുകയാണ്. അവൻ്റെ രാജ്യഭക്തി, രാജ്യത്തോടുള്ളതായ കടപ്പാട്, രാജ്യത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും ചുമതലയാണ്. നല്ല ക്രിസ്ത്യാനികൾ നല്ല രാജ്യസ്നേഹികളായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ കേരളീയര് ആവേശത്തോടെ പാടിയൊരു പാട്ടുണ്ട്, നമുക്കറിയാം. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു നരമ്പുകളിൽ. ഇത് കേരളീയര് പാടിയ പാട്ട. ഇന്നും നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരണം. ഭാരതത്തെയും കേരളത്തെയും ഒക്കെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ പ്രതിജ്ഞ ചൊല്ലുമായിരുന്നു സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന്. ആ പ്രതിജ്ഞ എത്ര സുന്ദരമാണ്. അവിടെ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. മൊർദെഖായി തൻ്റെ രാജ്യത്തെ സ്നേഹിച്ചു, രാജ്യത്തെ സംരക്ഷിച്ചു. എന്നാൽ അവന് പത്മശ്രീ ഒന്നും കിട്ടിയില്ല. അവൻ്റെ പേര് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു എങ്കിലും അവൻ അംഗീകാരമൊന്നും ലഭിച്ചില്ല. പക്ഷെ അവനതിൽ പരിഭവമില്ലായിരുന്നു. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അവൻ ശ്രമിച്ചില്ല. ഇപ്പോഴും അവൻ്റെ കിടപ്പ് കൊട്ടാരത്തിന് പുറത്താണ്. മഞ്ഞും വെയിലും കൊണ്ട് അവിടെ കിടക്കുകയാണ്. രാജ്യത്തിനും രാജാവിനും അപകടമുണ്ടായപ്പോൾ അവനെ പ്രതിരോധിക്കുവാൻ തയ്യാറായി. ഗൂഢാലോചന മനസ്സിലാക്കുന്നതിനുള്ള കഴിവും അതിനെ നേരിടുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിയും അവന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊർദെഖായി ഒരു രാജ്യസ്നേഹിയായിരുന്നു. എന്നാൽ തെറ്റായ രാജകൽപ്പനകളെ ലംഘിക്കുന്നവനായും നമുക്കവനെ കാണാനായിട്ട് സാധിക്കും. അതാണ് 3-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. രാജാവിൻ്റെ വാതിക്കലെ രാജഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ട് നമസ്കരിച്ചില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്,
നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവൻ രാജകൽപ്പന ലംഘിച്ചു. സ്വാർത്ഥനും അഹങ്കാരിയും ദുഷ്ടനുമായ ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. രാജ്യത്തെ സ്നേഹിച്ച മൊർദെഖായി അവനെ പിന്നീട് രാജാവ് അംഗീകരിച്ചു. അവനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന രംഗമൊക്കെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായി. രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായി. നമ്മെക്കുറിച്ച് ഈ ദേശത്തുള്ളവർ പറയണം, രാജ്യത്തിന്റെ നന്മയ്ക്കായി സംസാരിക്കുന്ന മാർത്തോമാക്കാർന്ന്. രാജ്യസ്നേഹികളായി നിലനിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. രാജ്യത്തിൻ്റെ എതിരായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കണം. എന്നാൽ തെറ്റായതിന് വഴങ്ങിക്കൊടുക്കരുത്. തെറ്റായ കൽപ്പനകളെ ചോദ്യം ചെയ്യണം, ചെറുത്തു നിൽക്കണം, പോരാടണം. ഇതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ചവനായിരുന്നു മൊർദെഖായി. മൂന്നാമതായി, കടമ നിർവഹിക്കുവാൻ തലമുറയെ പ്രചോദിപ്പിച്ചവനായിരുന്നു അവൻ. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഈ സമയത്തു നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നത്. തൻ്റെ മകളെ പ്രചോദിപ്പിക്കുന്നതായ മൊർദെഖായി സമൂഹത്തോടും സ്വന്തം ജനത്തോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിപ്പാൻ കർക്കശമായ ഭാഷയിൽ ആവശ്യപ്പെടുന്ന മൊർദെഖായിയാണ് നാം ഇവിടെ കാണുന്നത്. മൊർദെഖായിയുടെ വാക്കുകളെ അതേ ഗൗരവത്തോടെ എസ്തർ കാണുകയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം, വേദന അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾ പറയുന്നു, പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. ജീവൻ പണയം വെച്ചും സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ എസ്തർ ഒരുങ്ങുകയാണ്. മൊർദെഖായി പറഞ്ഞാൽ എസ്തറിന് പ്രവർത്തിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലേക്ക് അവൾ വളരുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ മൊർദെഖായി എന്ന വ്യക്തിയുടെ ജീവിതവും വാക്കുകളുമാണ്. മൊർദെഖായിയുടെ കരുണയുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള ഹൃദയം അവൾ രുചിച്ചറിഞ്ഞതാണ്. തനിക്ക് അഭയമൊരുക്കി താങ്ങായി തണലായി നിന്ന് തന്നെ രാജ്ഞീപദത്തിലെത്തിച്ച അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലത അവൾ രുചിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എസ്തർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു എന്ന്. മൊർദെഖായി പറഞ്ഞാൽ എസ്തറിന് അനുസരിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് അടുത്ത ഒരു ഹൃദയ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. നമ്മുടെ പുതിയ തലമുറയോട് ഇതുപോലൊരു അടുത്ത ഹൃദയ ബന്ധം നമുക്കുണ്ടായിരിക്കണം. മൊർദെഖായിയുടെ ജീവിതവും സ്വഭാവവും എസ്തറിനെ വളരെയധികം സ്വാധീനിച്ചു. ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ മൊർദെഖായി എങ്ങനെയാ പ്രതികരിച്ചത്? 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവൻ്റെ ആ നിലവിളി, ഈ നിലവിളിയോട് പ്രതികരിക്കാതിരിക്കുവാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മൊർദെഖായിയുടെ ജീവിതത്തിൽ മൊർദെഖായിയുടെ എസ്തറിനെ സ്വാധീനിച്ച ധാരാളം ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ്. അതായത് കൊട്ടാരത്തിൻ്റെ വാതിക്കൽ കിടന്നവൻ രാജ്ഞീപദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചില്ല. ഇന്ന് ഒരു ചെറിയ പഴുതു കിട്ടിയാൽ അധികാര സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരാണോ നാം? എന്നാൽ തൻ്റെ മകള് രാജകൊട്ടാരത്തിലുണ്ടായിരുന്നിട്ടും കൊട്ടാരത്തിന്റെ വാതിക്കൽ കിടക്കുന്ന മൊർദെഖായി, അവന്റെ സ്വഭാവ ശ്രേഷ്ഠത അവളെ ആകർഷിച്ചു. അതുപോലെ രാജ്യത്തെ 2-ാം സ്ഥാനീയനായ ഹാമാനോടുള്ള അവളുടെ നിലപാട് അവനെ സ്വാധീനിച്ചു കാണും. ഹാമാന്റെ ചടുലമായ ഹീനമായ പ്രവർത്തനങ്ങളെ പുച്ഛത്തോടെ കണ്ട
മൊർദെഖായിയുടെ നിലപാടുകൾ എസ്തേറിനെ ആകർഷിച്ചു. ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കാൻ അവൻ തയ്യാറായില്ല. ഒരിക്കലും അവൻ തല കുനിച്ചില്ല, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയുടെ കാലു പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വാർത്ഥതയും അഹങ്കാരവുമുള്ളവന്, വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുന്നവന് മറ്റുള്ളവന്റെ കാലു പിടിക്കേണ്ടി വരും. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ, ഹീനമാർഗം സ്വീകരിക്കാതെ, സത്യവും ന്യായവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവന് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരികയില്ല. എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഭാ നേതാക്കന്മാരെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മൊർദെഖായി എന്ന വ്യക്തിയുടെ മഹത്വം, വ്യക്തി മാഹാത്മ്യം, അവന്റെ സ്വഭാവ ശ്രേഷ്ഠത അതവളെ ആകർഷിച്ചു. തന്നെയും തൻ്റെ ജനത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മൊർദെഖായിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവൾ കടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറയുന്നത്, ഞാൻ മരിക്കുന്നു എങ്കിൽ മരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലപാടുകളും സത്യസന്ധതയും നമ്മുടെ ദർശനങ്ങളും നമ്മുടെ യുവതലമുറയെ പ്രചോദിപ്പിക്കണം, അവരെ സ്വാധീനിക്കണം. ദാവീദിന്റെ ജീവിതവും ദർശനവും തന്നെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് ശലോമോൻ രാജാവ് ദൈവത്തോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് തക്കവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. തൻ്റെ അപ്പനെ കുറിച്ച് അഭിമാനത്തോടെ പറയുക. തൻ്റെ അപ്പനിൽ അവർ ചെലുത്തിയ സ്വാധീനം, എൻ്റെ അപ്പൻ ദൈവത്തിന്റെ ദാസനായിരുന്നു, എൻ്റെ അപ്പൻ എനിക്ക് തന്ന മൂല്യങ്ങൾ സത്യം, നീതി, ഹൃദയപരമാർത്ഥത, ഇത് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ നാം ഇന്ന് എന്താണ് പറയുന്നത്? ഞാനും നീയും കൊട്ടാരത്തിനകത്ത് സുഖമായി കഴിയുക. നമുക്ക് പരമാനന്ദ സുഖമാണ്. ഇത് നഷ്ടപ്പെടാൻ ഇടയാവരുത്, ഇത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നമുക്ക് സുഖമായി ഇവിടെ കഴിയാം. നശിക്കുന്നവൻ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞത്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് എന്താ? നശിക്കുന്നവൻ നശിക്കട്ടെ, നമുക്കെന്തു ഛേദം? ഇതാണ് ചോദിക്കുന്നു നമ്മൾ. നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയണം, മോട്ടിവേറ്റ് ചെയ്യുവാൻ അച്ഛന്മാർക്ക് കഴിയണം, തിരുമേനിമാർക്ക് കഴിയണം, സഭാ നേതാക്കന്മാർക്ക് കഴിയണം, അധ്യാപകർക്ക് കഴിയണം. എസ്തേറിനെ പോലെ പ്രതികരണ ശേഷിയുള്ള, ധൈര്യമുള്ള, ദൈവാശ്രയമുള്ള തലമുറയുണ്ടാകണമെങ്കിൽ മൊർദെഖായിയെ പോലെയുള്ള മാതാപിതാക്കന്മാരുണ്ടാവണം, മൊർദെഖായിയെ പോലെയുള്ള സഭാ നേതാക്കന്മാരുണ്ടാവണം, മൊർദെഖായിയെ പോലെയുള്ള അധ്യാപകരുണ്ടാവണം. നമ്മുടെ തലമുറയോട് നാം പറയണം, നിന്നെ കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ, നിന്നെ കൊണ്ട് ഈ സഭയെ രക്ഷിക്കാൻ കഴിയൂ, നീ പ്രവർത്തിച്ചേ മതിയാവൂ. നിനക്ക് ഈ വിദ്യാഭ്യാസവും ഈ അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും തന്നിരിക്കുന്നത് ഈ ദേശത്തെ രക്ഷിക്കാനായിട്ടാ, നിന്നെ ഈ ലോകത്തെ നയിക്കാനായിട്ടാ. പറയണം, നിന്നെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ, അല്ലെങ്കിൽ നീ നശിക്കും. ഇത് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ദർശനവും ധൈര്യവും കണ്ണുനീരും നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കണം. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. നമ്മുടെ യുവജനങ്ങൾ വെല്ലുവിളി എടുത്തെടുത്ത് മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ അതെൻ്റെ പരാജയമാണ്. 40 വർഷം ഈ സഭയിൽ പട്ടത്വ ശുശ്രൂഷ നിർവഹിച്ച എൻ്റെ പരാജയമാണ്. യുവപട്ടക്കാർ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഈ സഭയിലെ വല്യച്ഛന്മാരുടെ പരാജയമാണ്. അവരെ പരിശീലിപ്പിക്കുന്ന സെമിനാരി അധ്യാപകരുടെ പരാജയമാണ്. നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയണം. മൊർദെഖായി എന്ന സാധു വ്യക്തിക്ക് തൻ്റെ മകളെ പ്രചോദിപ്പിക്കുവാൻ കഴിഞ്ഞു. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ എന്ന നിശ്ചയദാർഢ്യത്തിലേക്ക്, ധൈര്യത്തിലേക്ക് അവളെ നയിക്കുവാൻ കഴിഞ്ഞു. കൊട്ടാരക്കര കൺവെൻഷനിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ,
നമ്മുടെ തലമുറയെ വെല്ലുവിളി ഏറ്റെടുപ്പിക്കുവാൻ പ്രചോദിപ്പിക്കണം. നമ്മുടെ ജീവിതവും നമ്മുടെ ദർശനവും നമ്മുടെ ധൈര്യവുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവേശം പകരണം. അങ്ങനെ സമൂഹത്തെ പ്രചോദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അനന്തര തലമുറയെ പ്രചോദിപ്പിച്ചവനായിരുന്നു മൊർദെഖായി. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരു ജനതയുടെ വിമോചകനായി തീർന്ന വ്യക്തി മൊർദെഖായിയും എസ്തേറും രാജകൊട്ടാരത്തിൽ സുരക്ഷിതരാണ്. എസ്തേറിനും മൊർദെഖായിക്കും ഹാമാൻ പാർത്തിരുന്ന ആഡംബര കൊട്ടാരം താമസിക്കുന്നതിനായി കിട്ടി. അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. മാത്രമല്ല, മൊർദെഖായി രാജ്യത്തെ 2ാം സ്ഥാനീയനായി തീർന്നു. അഹശ്വേരോശ് രാജാവ് തൻ്റെ കയ്യിലണിഞ്ഞിരുന്ന മോതിരമൂരി അവൻ്റെ കയ്യിലിട്ട് കൊടുത്തു. ഏത് ഉത്തരവുകൾ വേണമെങ്കിലും പുറപ്പെടുവിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് തൃപ്തിയുണ്ടായില്ല. അവർ പറയുന്ന വാചകമുണ്ട്, 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഈ എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ വംശത്തിന്റെ നാശം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? അവർ കൊട്ടാരത്തിലാ, ആഡംബര കൊട്ടാരത്തിലാ ജീവിക്കുന്നത്. എങ്കിലും അവർക്കൊരു വേദനയുണ്ട്. അവർ പറയുകയാ, എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിന് വരുന്ന നാശം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? തൻ്റെ ജനത്തോടുള്ളതായ വലിയ സ്നേഹം. ഇവിടെ ശത്രുക്കളോട് പോരാടി ജയിക്കുവാൻ മൊർദെഖായി യഹൂദ ജനതയെ ആഹ്വാനം ചെയ്യുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ സംഘടിക്കണം, പോരാടണം, ജയിക്കണം. യഹൂദന്മാരെ രക്ഷിച്ചത് മൊർദെഖായിയും എസ്തേറും പട്ടാളത്തെ അയച്ച് പോരാടിയല്ല. പിന്നെയോ അവരൊരു പ്രേരക ശക്തിയായി, പിന്തുണയായി പുറകിൽ നിന്നതേ ഉള്ളൂ. അവർ പ്രവർത്തിച്ചു. ഈ ശുശ്രൂഷയാണ് സഭ ചെയ്യേണ്ടത്. നമ്മുടെ ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിയണം, പിന്തുണയായി പുറകിൽ നിൽക്കുവാൻ കഴിയണം, അവരെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യഹൂദ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈ സ്ഥാനത്തിന് തികച്ച് വിജയത്തിനു അർഹരാണ്. മുമ്പേ വായിച്ചല്ലോ, യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. എന്തുകൊണ്ട് ഇത് സാധിച്ചു? അന്യദേശത്തു പാർക്കുമ്പോഴും അവരുടെ മതബോധവും ദൈവവിശ്വാസവും അവർ കൈവിട്ടില്ല. അവരുടെ ഐഡന്റിറ്റി, സത്വബോധം അതവർ നിലനിർത്തി. പലപ്പോഴും നാം നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തി ലോകത്തിന് അനുസരണമായി ജീവിക്കുകയും നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിന് നമ്മൾ പല ചൊല്ലുകളും പറയും. നാടോടുമ്പം നടുവേ ഓടണം, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ട തിന്നണം എന്നൊക്കെ പറയും. എന്നാൽ പ്രവാസത്തിലും യഹൂദന്മാർ തങ്ങളുടെ ദൈവത്തെയും തങ്ങളുടെ പാരമ്പര്യങ്ങളെയും ഉപേക്ഷിച്ചില്ല. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ബാലന്മാരെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയിട്ട് ചെയ്തത് എന്താ? ആദ്യം അവരുടെ പേര് മാറ്റി, അവരുടെ ഭക്ഷണ രീതി മാറ്റി, എന്നിട്ട് കൽദയരുടെ ഭാഷയും സംസ്കാരവും അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ലിറ്ററേച്ചറും കൾച്ചറും ഒക്കെ പഠിപ്പിക്കുക. നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദാനിയേലിനെ പോലെയുള്ളവർ അതിനോട് ചെറുത്തു നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യഹൂദന്മാർ എവിടെയായിരുന്നാലും തങ്ങളാരാണെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അവരുടെ ഐഡന്റിറ്റി അവർ നിലനിർത്താനായിട്ട് ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, എവിടെയായിരുന്നാലും ഞാനൊരു മാർത്തോമാക്കാരനാണ്, ഞങ്ങളുടെ രീതികൾ ഇതാണ്, ഞങ്ങളുടെ ചട്ടവട്ടങ്ങൾ ഇങ്ങനെയാണ്, ഇത് പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട യുവാക്കന്മാരെ, എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു സത്യബോധം നിങ്ങൾക്കുണ്ടാവണം. എവിടെ പോയാലും ഞാനൊരു മാർത്തോമാക്കാരനാണ്. കൊട്ടാരക്കര കൺവെൻഷനിലൊക്കെ പഠിച്ചത് ഞാൻ ഇതാണ്. അത് വിട്ടൊരിടപാടിനും ഞാനില്ല എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തണം. അതുപോലെ തന്നെ ഒന്നാമത് അവർക്ക് ഒരു സത്വബോധം ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഒരു സംഘബോധം ഉണ്ടായിരുന്നു. അതായത് മൊർദെഖായിയുടെ ആഹ്വാനം കേട്ടപ്പോൾ അവരെല്ലാം മറന്ന് ഒരു മനസ്സോടെ യുദ്ധത്തിനിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവരുടെ സംഘബോധം വ്യക്തമാക്കുന്ന ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുംപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 11-ാം തീയതി
സന്തോഷവും വിരുന്നുമുള്ള ദിവസം ഉത്സവ ദിവസമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു. വളരെ മനോഹരമായൊരു വാക്യമാണ്. മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുംപുറങ്ങളിലെ യഹൂദന്മാർ, പട്ടണങ്ങൾ മതിലുകളുള്ളതാണ്, പട്ടണങ്ങളിൽ പാർക്കുമ്പോഴും നാട്ടിൻപുറത്തിന്റെ സംസ്കാരം, പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സംസ്കാരമാണ് നാട്ടിൻപുറത്തിന്റെ സംസ്കാരം. പട്ടണങ്ങളിൽ കുടിയേറിയിട്ടും നാട്ടിൻപുറത്തിന്റെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയതായ ഒരു പറ്റം ആളുകൾ, അതാണ് അവരെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതാണ് അവരുടെ സംഘബോധത്തെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സത്വബോധമുണ്ട്, സംഘബോധമുണ്ട്. മൂന്നാമതൊന്നുകൂടി നീതിബോധം. നീതിബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം. 9-ാമത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 11-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം. എങ്കിലും അവർ കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. എങ്കിലും അവർ കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. അതായത് ഹാമാനെയും കുടുംബത്തെയും മുഴുവൻ നശിപ്പിച്ചു. എണ്ണമില്ലാത്ത അവന്റെ സ്വത്തുകളുണ്ട്. പക്ഷേ അവർ കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. കവർച്ച നടത്തിയിരുന്നു എങ്കിൽ അവർക്ക് സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടാകുമായിരുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ തലയുയർത്തി പിടിച്ചു നിന്നുകൊണ്ട് പൂരീം പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം പറയുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കവർച്ച നടത്തുന്നില്ലായിരിക്കാം. എന്നാൽ നമുക്ക് അർഹതയില്ലാത്തത് നേടിയെടുക്കുന്നത് കവർച്ചയാണ്. കൈക്കൂലി വാങ്ങിക്കുന്നത് കവർച്ചയാണ്. അനീതിയിലൂടെ സമ്പാദിക്കുന്നത് കവർച്ചയാണ്. ഒരു മർത്തോമക്കാരൻ കവർച്ചയ്ക്ക് കൈനീട്ടരുത്. നമ്മുടെ ഈ കൈ എന്താ? കൺവെൻഷൻ കൈകൊട്ടി പാടി ദൈവത്തെ സ്തുതിച്ച കൈകളാ. ഇന്ന് കൈനീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ച കൈകളാ. ഈ കൈകൾ കവർച്ചയ്ക്ക് കൈനീട്ടരുത്. കൊട്ടാരക്കര കൺവെൻഷന്റെ സമാപനം കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാവണം. അർഹതയില്ലാത്തതിന് ഞാൻ കൈനീട്ടില്ല. യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് എന്താ കൊടുക്കാനുള്ളത്? എങ്കിലും അവർ കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. ഞാനും നിങ്ങളും അറിയാതെ പലപ്പോഴും കവർച്ചയ്ക്ക് കൈനീട്ടിയിട്ടില്ലേ? നമ്മുടെ കൈ മലിനപ്പെട്ടിട്ടില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടെ നാം ഇത് കാണണം. യഹൂദന്മാരെ ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കുവാൻ മൊർദെഖായി കഴിഞ്ഞു. പക്ഷേ മൊർദെഖായി മുമ്പിലുണ്ടെങ്കിലും അവരിലുണ്ടായിരുന്ന പ്രത്യേകത നമ്മൾ കണ്ടു. അവരുടെ ഐഡന്റിറ്റി അതവർ നഷ്ടപ്പെടുത്തിയില്ല. അവർക്കൊരു സംഘബോധമുണ്ടായിരുന്നു. പട്ടണങ്ങളിൽ പാർക്കുമ്പോഴും നാട്ടിൻ പുറത്തിൻ്റെ സുന്ദരമായ സ്വഭാവവുമായി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർക്കൊരു നീതിബോധമുണ്ടായിരുന്നു. കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. മാർത്തോമാക്കാരൻ ഒരിക്കലും കവർച്ചയ്ക്ക് കൈനീട്ടുന്നവനായി തീരരുത്. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുക. യഹൂദ ജനതയെ ദൈവം രക്ഷിച്ചു. മൊർദെഖായിയെയും എസ്തേറിനെയും ആയുധങ്ങളായി ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ സഭയെ രക്ഷിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനമാണ് ഇന്ന് ഇവിടെ വന്നുകൂടി ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്. നമുക്ക് ഈ ദേശത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അന്യദേശത്ത് മൊർദെഖായി എന്ന് പറയുന്ന ഒരൊറ്റയാൻ അത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കഴിവും പ്രാഗൽഭ്യവും നേതൃത്വ പാഠവുമുള്ള ഇവിടുത്തെ മാർത്തോമാക്കാർക്ക് ഇത് കഴിയും. ആ വലിയ ബോധ്യത്തോടും ദർശനത്തോടും കൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നത്തെ യഹൂദന്മാരുടെ അവസ്ഥ എന്താണ്? യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. മാത്രമല്ല, അത് കണ്ട് അനേകർ യഹൂദന്മാരായി തീർന്നു. ഈ ദേശത്ത് പ്രകാശം പരത്തുവാൻ കഴിയണം. നമുക്ക് ആനന്ദമുണ്ടാവണം, സന്തോഷമുണ്ടാവണം. അതുമാത്രമല്ല, ഈ ദേശത്ത് നമുക്ക് ബഹുമാനം കിട്ടണം. പ്രിയപ്പെട്ടവരെ, മൊർദെഖായിയെ പോലെ ദർശനമുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ തലമുറയെ നമുക്ക് പ്രചോദിപ്പിക്കാം. നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന, അപകടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന നമ്മുടെ ലോകത്തെ നമുക്ക് രക്ഷിക്കാം. നമ്മുടെ സഭയെ നമുക്ക് രക്ഷിക്കാം.
നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം, നിന്നെ കൊണ്ടേ ഇത് സാധിക്കൂ, നിന്നെ കൊണ്ടേ ഇത് സാധിക്കൂ, നീ പ്രവർത്തിച്ചേ മതിയാകൂ. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിറങ്ങുവാൻ നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൺവെൻഷനുകൾ കൊണ്ട്, നമ്മുടെ പരിപാടികൾ കൊണ്ട് അത് സാധിക്കണം. മൊർദെഖായിയെ പോലെ മഹാന്മാരായി ജീവിക്കാൻ കഴിയണം. കൊട്ടാരക്കര കൺവെൻഷനിൽ നിന്ന് വന്നിട്ട് നമ്മൾ മടങ്ങിപ്പോകുന്നത് നമ്മൾ സാധാരണക്കാരായിട്ടാണ് വന്നത്. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ന് ഞാനും നിങ്ങളും മടങ്ങിപ്പോകേണ്ടത് എങ്ങനെയാ? മഹാന്മാരായി, മഹതികളായി പോകാനായിട്ട് നമുക്ക് കഴിയണം. സഹോദര സംഘത്തിന് ഇഷ്ടന്മാരായി, സ്വജനത്തിന് ഗുണകാംക്ഷികളായി, സകല വംശത്തിനും അനുകൂലവാദികളായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഒരന്യദേശത്ത് മൊർദെഖായി എന്ന് ഒറ്റയാനിത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാർത്തോമാ സഭയിലെ ഈ ഭദ്രാസനത്തിലെ പ്രഗത്ഭരായ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും. മൊർദെഖായി കുടുംബത്തോടുള്ള കടമ നിർവഹിച്ചു, രാഷ്ട്രത്തോടുള്ള കടമ നിർവഹിച്ചു, തൻ്റെ തലമുറയെ പ്രചോദിപ്പിച്ചു, തൻ്റെ ജനത്തിൻ്റെ വിമോചകനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ മൊർദെഖായിയെ കുറിച്ച് തിരുവചനം പറയുന്നു, യഹൂദന്മാരിൽ വെച്ച് അവൻ മഹാനായിരുന്നു എന്ന്. മഹാന്മാരായി, മഹതികളായി നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ.